അഫാനെ സംരക്ഷിച്ചുകൊണ്ടുള്ള മൊഴിയാണ് ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൻ്റെ വഴിത്തിരിവുകൾ നോക്കിയാൽ ഇതൊന്നിച്ച് ട്രയൽ നടത്തും അല്ലെ നടത്താം എന്നൊക്കെ കരുതുന്നുണ്ടാവാം. പക്ഷെ അത് നടക്കില്ല. കാരണം കല്ലറ പാങ്ങോട് ആണ് കൊലപാതകം തുടങ്ങി വെക്കുന്നത്. അത് വേറെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലും അതിൻ്റെ ടൈം ഓഫ് ഡെത്ത് വ്യത്യാസമാണ്. 3 സ്ഥലത്തെയും കൊലപാതകം ഒരേ ദിവസമാണെങ്കിലും കല്ലറ പാങ്ങോട് വേറൊരു സ്ഥലമാണ്, വേറൊരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയാണ്. അവിടെ കൊന്ന വല്യമ്മയുടെ കേസ് സെപ്പറേറ്റ് ആയിട്ട് ട്രയൽ നടത്തേണ്ടി വരും. കാരണം പ്രതി ഒന്നാണെങ്കിലും ആ സംഭവത്തിലെ മർഡർ ഫോർ ഗെയിൻ, വല്യമ്മയെ കൊന്നിട്ട് സ്വർണം കൊണ്ടുപോയ കവർച്ചയാണ്. അത് വേറൊരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലായതുകൊണ്ട് വെഞ്ഞാറമൂടല്ല. അതിൻ്റെ ട്രയൽ പ്രത്യേകമായിട്ട് നടത്തേണ്ടി വരും. പിന്നീട് നമ്മൾ നോക്കുമ്പം ആ സംഭവത്തിന് ശേഷം കുറേ മണിക്കൂർക്ക് ശേഷം ആണ് എസ് എൻ പുരത്തെ പിതാവിൻ്റെ ജ്യേഷ്ഠനെയും ഭാര്യയും കൊല്ലുന്നത്. അവിടുന്ന് എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. എങ്കിലും ആ കൊലപാതകം എസ് എൻ പുരമാണോ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയാണ്. ദിവസം ഒന്നാണെങ്കിലും ഇവിടെ സംഭവസ്ഥലം മാറ്റമാണ്. ആദ്യത്തെ കൊലപാതകം കഴിഞ്ഞിട്ട് അവിടുന്ന് ഏകദേശം 10-12 കിലോമീറ്റർ അകലെയാണ് എസ് എൻ പുരം. അപ്പോൾ അവിടെ നടന്ന മർഡർ അത് തീർച്ചയായിട്ടും പ്രത്യേകം ട്രയൽ നടത്തേണ്ടി വരും. അപ്പോൾ ഈ 2 കേസും പ്രത്യേകം ചാർജ് ഷീറ്റ് പോലീസ് കൊടുക്കേണ്ടി വരും, പ്രത്യേകം ട്രയൽ നടത്തേണ്ടി വരും. അവസാനത്തെ അഫാൻ നടത്തിയ കൊലപാതകം അവരുടെ കുടുംബ വീട്ടിൽ വെച്ച് തന്നെയാണ്. അവിടെ 2 പേരെ, അനിയനെയും ആ പെൺകുട്ടിയെയും കൊന്നിരിക്കുന്നത് അത് ഒരു വീടിനകത്ത് വെച്ചാണ്. അത് തീർച്ചയായിട്ടും അത് രണ്ടും ഒരു മർഡർ കേസിലേക്ക് പോകും. അപ്പോൾ 3 മർഡർ കേസ് സെപ്പറേറ്റ് ചാർജ് ഷീറ്റ് കൊടുക്കുന്നതായിരിക്കും ഈ കേസിന് നിയമപരമായ സാധുത നിലനിൽക്കുന്നത്. പക്ഷെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചത് 307 പ്രകാരം, IPC പ്രകാരമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ BNS 109. അതിനകത്ത് തീർച്ചയായിട്ടും 10 വർഷം വരെ തടവ് കൊടുക്കാം. പക്ഷേ ആ കേസിനെ സംബന്ധിച്ചിടത്തോളം താൻ വീണുണ്ടായതാണ്, അങ്ങനെയുള്ള മുറിവാണ്, ഇത്തരം ഫെയ്റ്റലായിട്ട് മുറിവ് വീണ ഇങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. വീണ് എഴുന്നേറ്റപ്പം വീണ്ടും വീണു തല പിന്നിലിടിച്ചു. അങ്ങനെയാണ് വൈറ്റലായ ഇഞ്ചുറി ഉണ്ടായെന്നാണ് അമ്മ പറയുന്നത്. മകനെ സംരക്ഷിക്കാൻ തീരുമാനിച്ചുറച്ചതാണ്. യഥാർത്ഥം അങ്ങനെ സംഭവിച്ചോ എന്ന് നമുക്കറിയില്ല. എങ്കിലും അവരുടെ മൊഴിക്ക് ഒരു വിശ്വാസ്യത കുറവുണ്ട്. പക്ഷേ അമ്മയാണ് ആ മൊഴി ഇനി മാറാൻ പോകുന്നില്ല. അവിടുത്തെ വെഞ്ഞാറമൂടിലെ SHO അനൂപിൻ്റെ ശ്രമം ഫലമായി 2 പ്രാവശ്യം മൊഴിയെടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. 2 പ്രാവശ്യവും അതിൽ നിന്ന് മാറുന്നില്ല. ഒഫീഷ്യലായിട്ട് എടുത്ത മൊഴിയിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മകൻ എന്നെ ഉപദ്രവിച്ചിട്ടില്ല. മറ്റൊരു വളരെ ഡിഫൻസ് അവർ പറയുന്നത്, എൻ്റെ മകൻ മറ്റ് കൊലപാതകവും ഒന്നും ചെയ്തിട്ടില്ല. അതൊരു നല്ല ഡിഫൻസാണ് അവരിപ്പോഴേ പറയുന്നത്. അവർ അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ അറിവ് കൂടിയത് കൊണ്ടോ പറയുന്നതാണെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. കാരണം അത് നല്ലൊരു ഡിഫൻസായിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ മകൻ അത് ചെയ്യില്ല, അവരുടെ വീട്ടിൽ നടന്ന കൊലപാതകത്തിന് ഇവർ ഇഞ്ചേർഡാണ്, അവർ മൊഴി കൊടുക്കും. എൻ്റെ മകനല്ല ഇത് ചെയ്തതെന്ന് തീർച്ചയായിട്ടും കോടതിയിൽ അവരങ്ങനെ മൊഴി കൊടുക്കും. മകനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു മൊഴിയേ ഉള്ളൂ. അത് എൻ്റെ വിശ്വാസത്തെ എത്രത്തോളം ഉണ്ടെന്ന് കോടതി പരിശോധിക്കട്ടെ. കാരണം ആ സംഭവം കണ്ടവരാരുമില്ല. അപ്പോൾ അവരുടെ ഡിഫൻസ് ഇത് എൻ്റെ മകൻ ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവരുടെ മൊഴിയുണ്ട് ആ കേസിന് യാതൊരു പ്രയോജനവുമില്ല. അവരെ കൊല്ലാൻ ശ്രമിച്ചെന്നുള്ള വകുപ്പും നിലനിൽക്കത്തില്ല. അവരുടെ മൊഴി അങ്ങനെയാണ്, ഇഞ്ചോടിൻ്റെ മൊഴിയാണ്. അതേസമയത്ത് 302 അല്ലെങ്കിൽ BNS 150 പ്രകാരം മറ്റു 2 പേരെ കൊന്നതിന് തീർച്ചയായിട്ടും ഒരു ചാർജ് ഷീറ്റ് കൊടുക്കും. അതിനകത്ത് ഇവരെ ഇഞ്ചോർഡാണ്, ഇവരെ കൊല്ലാൻ ശ്രമിച്ചെന്ന് പോലീസ് ചാർജ് ഷീറ്റിനകത്ത് ഉൾപ്പെടുത്തി കൊടുക്കാനാണ് സാധ്യത. പക്ഷേ ആ ഇഞ്ചോർഡ് കോടതി പറയും, എന്നെ ആരും എൻ്റെ മകൻ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് കോടതിക്ക് ഒരു ശിക്ഷ കൊടുക്കാൻ കഴിയില്ല. കാരണം ഇഞ്ചോർഡായ ആൾ തന്നെ മൊഴി മാറ്റി പറയുകയോ അല്ലെങ്കിൽ അവിശ്വസനീയമായ ഒരു കാര്യമാണെന്ന് അമ്മ പറയുകയും ചെയ്യുമ്പം കോടതിക്ക് ആ കേസിനകത്ത് ഈ അഫാനെ കൺവിറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ 2 അനിയനെയും ആ പെൺകുട്ടിയെയും അവരെ 2 പേരെയും കൊലപാതകം നടത്തിയതിന് 2 ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കിട്ടാനാണ് സാധ്യത. പക്ഷേ
2019 സുപ്രീം കോടതിയിലെ ഇപ്പോൾ ഇന്ത്യയിലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പൊതുവെ അതിന് അനുകൂലമല്ല കോടതികളൊന്നും, അല്ലെങ്കിൽ അപ്പർ കോടതികളൊന്നും അനുകൂലമല്ല. ലോ കമ്മീഷന്റെ പ്രത്യേകമായ ചില നിരീക്ഷണങ്ങളും ചില റെക്കമെൻഡേഷനും ഉണ്ട്. കാരണം ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ പാടില്ല, ചെറുപ്പക്കാരാണെങ്കിൽ പ്രത്യേകിച്ചും അവരെ റിഫോം ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള തിയറിയിലാണ് ലോ കമ്മീഷൻ നിൽക്കുന്നത്. ലോ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ മുഴുവൻ അങ്ങനെയാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ 5 പേരെ കൊന്നതിന് തീർച്ചയായിട്ടും ലൈഫ് ഇംപ്രസൺമെന്റിലേക്ക് മാത്രം പോകാനുള്ളൂ സാധ്യത. പ്രത്യേകിച്ച് 23 വയസ്സേ ഉള്ളൂ, ടെൻഡർ ഏജ് ആണ് പ്രതിക്ക്. സുപ്രീം കോടതിയിലെ ഒരു ലേറ്റസ്റ്റായ 2019 ഒരു വിധിയുണ്ട്. അതിനകത്ത് സുദാം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. സുദാം എന്ന് പറഞ്ഞ ആള് 10 മാസത്തിനും 10 വയസ്സിനിടയ്ക്കുള്ള 4 കുട്ടികളെയും കൊന്നു, ഭാര്യയും കൊന്നു. 5 പേരെ കൊന്നതാണ്. ഇവിടെയും നമുക്ക് 5 പേരെ കൊന്നിരിക്കുന്നു. അതിനകത്ത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അത് റിഫോം ചെയ്യാം, കാരണം അയാൾക്ക് റെമിഷനൊന്നും കൊടുക്കണ്ട, പരോളിലൊന്നും വിടണ്ട, അയാൾ ജീവപര്യന്തത്തോട്ട് പോട്ടെ, അയാളെ തൂക്കാൻ വിധിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ സുപ്രീം കോടതി അത് അംഗീകരിച്ചില്ല. പൊതുവെ ഇന്ത്യൻ ജുഡീഷ്യറികളെ ലോവർ കോർട്ടുകളിലാണ് തൂക്കാൻ വിധി നടക്കുന്നതെങ്കിലും, തൂക്കാൻ വിധി പുറപ്പെടുവിക്കുന്നതെങ്കിലും അതെല്ലാം ഹയർ കോടതിയിലോട്ട് വരുംതോറും, പ്രത്യേകിച്ച് സുപ്രീം കോടതി എത്തിക്കഴിഞ്ഞാൽ തൂക്കാനുള്ള ആ വിധി ഒരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല, അംഗീകരിക്കാൻ കഴിയുന്നില്ല. റിഫോർമേറ്റീവ് സ്റ്റേയിലിട്ട് തന്നെ നിൽക്കും. ഇനി പ്രായമുള്ള ഒരാളാണ് ചെയ്തതെങ്കിൽ ജയിലിൽ കിടന്ന് തന്നെ അയാൾ കഴിയട്ടെ, അയാളെ വെളിയിലിട്ട് വിടില്ല, അയാൾക്ക് റെമിഷനൊന്നും കൊടുക്കില്ല, അയാൾക്ക് മരണം വരെ ആ ജയിലിൽ കഴിയാനായിട്ടുള്ള വിധി ആണ് മിക്കവാറും സുപ്രീം കോടതി അനുവദിക്കുന്നത്. കാരണം ഒരു മനുഷ്യൻ മറ്റൊരാളെ കൊന്നാൽ ഇയാളെ തിരിച്ചു കൊല്ലുന്നത് പോലെ തന്നെയാണ് ആ ചിന്താഗതി. അതുകൊണ്ട് ജുഡീഷ്യറി അതിന് കൂട്ടു നിൽക്കില്ല. ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമില്ല പൊതുവെ. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് തൂക്കാൻ വിധിക്കും. കാരണം അതങ്ങനെയുള്ള കേസുകൾ വളരെ റയർ കേസുകളാണ്. അതുകൊണ്ടാണ് പല കേസുകളും റയറസ്റ്റ് ഓഫ് റയർ സുപ്രീം കോടതി അംഗീകരിക്കത്തില്ല. കാരണം അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും അത് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പല കേസിനകത്തും സുപ്രീം കോടതി ഒബ്സർവേഷൻ റയറസ്റ്റ് ഓഫ് റയർ കേസ് അല്ല, പല കാരണം കൊണ്ടും അത് റയറസ്റ്റ് ഓഫ് റയർ കേസ് അല്ല എന്ന് പറയുന്നു. എങ്കിലും ലോ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ സുപ്രീം കോടതിയും അതുപോലെ ഗവൺമെന്റും അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം ലോ കമ്മീഷൻ പറയുന്നത് തിരിച്ച് ഇങ്ങനെയുള്ള കേസുകളിലെ അവരുടെ ജീവൻ എടുക്കുന്നതിനോട് ലോ കമ്മീഷൻ യോജിക്കുന്നില്ല. അതിന് പകരം റിഫോം ചെയ്യാൻ സാധ്യതയുണ്ട്, റിഫോം ചെയ്ത് വരട്ടെ, അല്ലെങ്കിൽ അവർ ജയിലിൽ തന്നെ കഴിഞ്ഞുകൂടട്ടെ എന്നാണ് വരുന്നത്. ഇവിടെ ഇപ്പം അഫാന്റെ കേസിനകത്ത് പോലീസ് ഈ കേസിനകത്ത് ഒരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിൽ അല്ലെങ്കിൽ സാഹചര്യ തെളിവ് മാത്രമേ ഇതിനകത്ത് എവിഡൻസ് കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം ആകെയുള്ള CCTV ദൃശ്യം ഉണ്ടെങ്കിൽ അവിടെ വരുന്നതും പോകുന്നതും ഒക്കെ ചിലപ്പം പ്രൂവ് ചെയ്യാൻ പറ്റിയേക്കും. അയാളുടെ ബന്ധുവാണ്, അപ്പൻ്റെ ജ്യേഷ്ഠനാണ്, അല്ലെ വല്യമ്മയുടെ വീടാണ്, അവിടെ വരുന്നതിനും പോകുന്നതിനും തടസ്സമില്ല, CCTV കണ്ടാലും കുഴപ്പമില്ല. പക്ഷേ അകത്ത് നടത്തുന്ന മാർഡർ കഴിഞ്ഞിട്ടാണ് അവിടുന്ന് തിരിച്ചു പോകുന്നതെന്ന് തെളിയിക്കാൻ, ഈ പ്രതി തന്നെയാണ് അത് ചെയ്തതെന്ന് തെളിയിക്കാനുള്ള എവിഡൻസ് പോലീസിന്റെ പക്കൽ ഉണ്ടാകാൻ സാധ്യതയില്ല, ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ വീടിനകത്തൊന്നും CCTV ദൃശ്യങ്ങളില്ല. അയാളുടെ ബന്ധുവായ മകൻ സാധാരണ വരുന്നതാണ്, വന്നു പോകുന്നു. ടൈം ഓഫ് ഡെത്ത് അത് കൃത്യമായി പറഞ്ഞെങ്കിൽ മാത്രമേ, പോസ്റ്റ്മോർട്ടത്തിൽ അത് വന്നെങ്കിൽ മാത്രമേ, ഇയാൾ വന്ന് തിരിച്ചു പോകുന്നതിനിടയ്ക്കാണ് ആ മർഡർ നടന്നതെന്ന് അത് പോലീസിന് തെളിയിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ കോടതി അയാളെ ശിക്ഷിക്കാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കേസിലും ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. അതുകൊണ്ട് അഫാന്റെ കേസിനകത്ത് അമ്മ ആ ഡിഫൻസ് എടുത്തിരിക്കുന്നത് തീർച്ചയായും വളരെ വൈറ്റലായൊരു ഡിഫൻസാണ്. എൻ്റെ മകൻ അത് ചെയ്യില്ല, ഞാൻ വളർത്തിയ മകനാണ്. പൊതുവെ നാട്ടുകാർ മുഴുവൻ ആ ഒപ്പീനിയൻ, പബ്ലിക് ഒപ്പീനിയൻ അങ്ങനെ തന്നെ. ഈ പയ്യനെ പറ്റി മോശമായ ഒരു അഭിപ്രായമില്ല, അയാൾ വെളിയിൽ കൂട്ടുകൂടി നടക്കുന്നതായിട്ട് അറിവില്ല. പക്ഷെ രാത്രിയിൽ അയാൾ വാഹനത്തിൽ പല സ്ഥലത്തും പോകുന്നു എന്നുള്ളത് അതെന്തിനാണ് എന്ന് പോലീസ് കണ്ടെത്തുമെന്ന് ഞാൻ കരുതുന്നത്. അതെന്തിനാന്ന് കണ്ടെത്തിയാൽ തന്നെയും ഈ കേസിന്റെ കൊലപാതകമായിട്ട് ബന്ധപ്പെടുത്താൻ എവിഡൻസ് ആ പോക്കിൽ നിന്ന് ലഭിക്കുമോ ഇല്ല സംശയം. അല്ലെന്നുണ്ടെങ്കിൽ ഇയാൾ പോയി മറ്റാരെങ്കിലും സഹകരണം തേടിയിട്ടുണ്ടെന്ന് തെളിയിക്കുകയാണെങ്കിൽ കേസിന്റെ ചാർജ് ഷീറ്റിലെ വ്യത്യാസങ്ങൾ വരാം. പൊതുവെ നമുക്ക് ഈ കേസിനകത്ത് ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് ഒരിക്കലും കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ്. രണ്ടാമത്, ഇതിനകത്തെ ഡിഫൻസ് എന്ന് പറയുന്നത് ആ അമ്മയുടെ ഡിഫൻസ് വളരെ സ്ട്രോങ് ആണ്.
പിന്നെ ഈ പയ്യന്റെ കേസ് നടത്താനായിട്ട് അപ്പൻ അല്ലെങ്കിൽ പിതാവ് സഹകരിക്കത്തില്ല എന്ന് പറയുന്നെങ്കിലും തീർച്ചയായിട്ടും വക്കീലന്മാരെ വെക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഭാഗം വക്കീലിനെ വെച്ച് കേസ് നടത്തേണ്ടി വരും. കാരണം അങ്ങ് ലീഗൽ ആയിട്ടുള്ള ഹെൽപ്പുകൾ വക്കീലന്മാരില്ലാത്തവർ സാമ്പത്തികം ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടന തന്നെ പറയുന്നുണ്ട്. സുപ്രീം കോടതി ഡയറക്ഷൻ ഉണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു വക്കീലുണ്ടാവും തീർച്ചയായിട്ടും. കാരണം ഇത് സർക്കംസ്റ്റാൻഷ്യൽ ബിൽഡ് ചെയ്ത് വരുന്ന കേസാണ്. ക്രൈം കമ്മിറ്റ് ചെയ്തതിന് എവിഡൻസ് കൊണ്ടുവരാൻ പോലീസ് ബുദ്ധിമുട്ടും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ചാർജ് ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ കേസ് പാളിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.